Contest number 201. പ്രണാമം പ്രിയ ഗുരുജനങ്ങളെ, സ്വന്തം ജീവിതം സാമൂഹ്യ നന്മയ്ക്കായി ഏതെങ്കിലും ഒരു മേഖലയിൽ അർപ്പിക്കുമ്പോഴാണ് ഒരു വ്യക്തി പ്രതിഭാശാലിയാകുന്നത്. ഇത്തരം വ്യക്തികളിൽ ചിലർ സ്വന്തം രാജ്യത്തിന് വേണ്ടി അവരുടെ ജീവിതം തന്നെ ഹോമിച്ചിട്ടുള്ളവരുമാണ്. ലോക ചരിത്രത്തിന്റെ സ്വർണ്ണ ലിപികളിൽ ഇവരുടെ സേവനങ്ങളെ ആലേഖനം ചെയ്തിട്ടുമുണ്ട്. അതെ, ധീരദേശാഭിമാനിയായ ഒരു മഹാരഥനെ ഞാൻ ഇവിടെ പരിചയപ്പെടുത്തട്ടെ. ജനകീയ പ്രക്ഷോഭങ്ങളുടെ ശക്തി കണ്ടറിഞ്ഞ മഹാൻ, സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും വേണ്ടി നിലകൊണ്ട ആദർശധീരനായ ഭരണാധികാരി. യാതൊരു ആഡംബര ജീവിതങ്ങളും ആഗ്രഹിക്കാതിരുന്ന തമ്പി വെറും ഒരു ദരിദ്രന്റെ സുഖഭോഗങ്ങൾ മാത്രമായിരുന്നു അനുഭവിച്ചിരുന്നത്. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന കാർത്തിക തിരുനാൾ രാമവർമ്മ രാമേശ്വരം തീർത്ഥാടനം കഴിഞ്ഞ് പത്മനാഭപുരം കൊട്ടാരത്തെ തിരിച്ചെത്തി. നേരം വെളുത്തി ഉറക്കമെണീറ്റ രാജാവ് ഞെട്ടിപ്പോയി. കേശവദാസൻ, 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 നമ്മുടെ മുദ്രാങ്കുലമടങ്ങുന്ന പേടകം മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഭടന്മാർ പരക്കം പറയുന്നു. തിരുവേദി, ഇത്തരം വിഷമവൃത്തങ്ങളിൽ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരാളുണ്ട്. ആരാണ് അയാൾ? തെക്കൻ തിരുവിതാംകൂറിൽ സ്വാധീനമുള്ള ഒരു യുവപ്രമാണി വേലുത്തമ്പി. രാജാവ് വേലുത്തമ്പിയെ വിളിപ്പിച്ചു. വേലുത്തമ്പി രാജാവിനെ മുഖം കാണിച്ചു. രാജാവ് അത്ഭുതപ്പെട്ടു പോയി. കേവലം 20 വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന ഒരു യുവാവ്. തമ്പി, നമ്മുടെ കുറ്റാങ്കൂലം നടക്കുന്ന പേടകം മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. 3 ദിവസത്തിനകം പേടകവും മോഷ്ടാക്കളെയും നമുക്ക് മുന്നിൽ ഹാജരാക്കുക. കൽപ്പന പോലെ തമ്പ്ര. കൃത്യം 3-ാം നാൾ അതായിരുന്നു വേലുത്തമ്പി. കൂടെ മോഷ്ടാക്കളും പേടകവും. വേലുത്തമ്പി മോഷ്ടാക്കളെയും പേടകത്തെയും രാജസന്നിധിയിൽ ഹാജരാക്കി. രാജാവ് അതീവ സന്തുഷ്ടനായി. വേലുത്തമ്പി, താങ്കൾ പരമയോഗ്യൻ തന്നെ. നാം താങ്കളെ കൽക്കുളം തെക്കേ മണ്ഡപം കാര്യക്കാരനായി നിയമിച്ചിരിക്കുന്നു. കാലഘട്ടത്തിൽ വേലുത്തമ്പി ദളവയായി അവരോധിക്കപ്പെട്ടു. സാധാരണക്കാരിൽ നിന്ന് അമിത നികുതി ഈടാക്കി വന്ന ബ്രിട്ടീഷ് കമ്പനിക്കെതിരെ വേലുത്തമ്പി ആഞ്ഞടിച്ചു. നികുതി പിരിവിന് നേതൃത്വം നൽകിയിരുന്ന ഉദ്യോഗസ്ഥരെ തലസ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്തു. ഇതോടെ നികുതി പിരിവിൽ നേതൃത്വം നൽകിയിരുന്ന ഉമ്മിണിത്തമ്പി വേലുത്തമ്പിയുടെ ശത്രുവായി മാറി. ഉമ്മിണിത്തമ്പിയെ ദളവസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ തക്കം പാർത്തിരുന്ന ബ്രിട്ടീഷുകാർ ഉമ്മിണിത്തമ്പി ഒരു കരുവാക്കി കരുക്കൾ മെനഞ്ഞു. അവർ ഉമ്മിണിത്തമ്പി ചുമതലപ്പെടുത്തി. എന്തിന്? ദളവയുടെ ഓരോ നീക്കങ്ങളും ബ്രിട്ടീഷുകാർക്ക് ചോർത്തി കൊടുക്കാൻ. അധികാരമോഹം പൂണ്ട ഉമ്മിണിത്തമ്പി അന്നു മുതൽ വേലുത്തമ്പിയുടെ ഓരോ ചലനവും യഥാസമയം ബ്രിട്ടീഷുകാർക്ക് ചോർത്തി കൊടുത്തു. വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുകയും ശാസ്ത്രീയമായി പുതുനയം നടപ്പിലാക്കുകയും ചെയ്ത വേലുത്തമ്പി ഇന്നത്തെ ഭരണാധികാരികളെ പോലെ ജയിലിൽ കുറ്റവാളികൾക്ക് പാലും പഴവും മൊബൈൽ ഫോണും നൽകി സൽക്കരിക്കുകയല്ല ചെയ്തത്. മറിച്ച് അക്രമങ്ങളും അനീതികളും നടത്തുന്നവർക്ക് കടുത്ത ശിക്ഷകൾ തന്നെ നൽകി. തത്വദീക്ഷയില്ലാത്ത നികുതി പിരിവിനെതിരെ ജനകീയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചു. പക്ഷേ ഇതെല്ലാം വേലുത്തമ്പിക്ക് ഒരുപാട് ശത്രുക്കളെ സൃഷ്ടിച്ചു. ഒരിക്കലും ഒരു ഉപജാപക സംഘം രാജാവിനെ സമീപിച്ചു. രാജൻ വേലുത്തമ്പിയെ വിശ്വസിച്ചുകൂടാ. നാട്ടിൽ അദ്ദേഹത്തിന് വമ്പിച്ച ജനസ്വാധീനമാണ്.
ജനസ്വാധീനവും അധികാരവുമുള്ള വേലുത്തമ്പി രാജ്യാധികാരം പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ്. വേലുത്തമ്പിയുടെ ആ നീക്കം പോലും രാജാവിന് മനസ്സിലാക്കാൻ പറ്റിയില്ല. ആ ഉപജാപക സംഘത്തിന്റെ കുതന്ത്രങ്ങളിൽ രാജാവ് വീണു. വേലുത്തമ്പിയെ സ്ഥാനഭ്രഷ്ടനാക്കാനും തുറങ്ങിലേറ്റുവാനുമുള്ള ഉത്തരവ് അദ്ദേഹം പുറപ്പെടുവിച്ചു. നേരിന്റെ മാർഗം മാത്രം സ്വീകരിച്ചിരുന്ന വേലുത്തമ്പിക്ക് അത് താങ്ങാവുന്നതിന് അപ്പുറമായിരുന്നു. കടുത്ത ദൈവവിശ്വാസിയായിരുന്ന അദ്ദേഹം ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചു, കൃഷ്ണ, ഇതെന്തു പരീക്ഷണം. ധർമ്മം മുറിവേറ്റു വീഴുമീ ഭൂവിൽ ധർമ്മരക്ഷയ്ക്കായി അവതരിക്കൂ. യുദ്ധതന്ത്രങ്ങൾ മെനയുവാൻ കൃഷ്ണ ആത്മധൈര്യം എനിക്കേകൂ. വേലുത്തമ്പി അന്നത്തെ ബ്രിട്ടീഷ് പ്രസിഡന്റ് ആയിരുന്ന മെക്കാലെ ചെന്ന് കണ്ട് സഹായം അഭ്യർത്ഥിച്ചു. മിസ്റ്റർ വേലുത്തമ്പി, നിങ്ങളുടെ ജീവൻ അപകടത്തിലാണെന്ന് നാം മനസ്സിലാക്കുന്നു. നാം നിങ്ങളെ സഹായിക്കാം. പക്ഷേ നാം ആർക്കും ഒന്നും വെറുതെ ചെയ്യാറില്ല. നാം താങ്കളിൽ നിന്നും പലതും പ്രതീക്ഷിക്കുന്നു. That means we expect some help from you. Okay? President മെക്കാലെ, രാജ്യതാൽപര്യങ്ങൾക്കെതിരായി ഞാൻ ഇതുവരെ ഒന്നും പ്രവർത്തിച്ചിട്ടില്ല. ഈ ഉപജാപക സംഘത്തിന്റെ വിജയം ആർക്കും ഗുണം ചെയ്യുകയില്ല. അങ്ങനെ പ്രസിഡന്റ് മെക്കാലെ വേലുത്തമ്പിയെ സഹായിക്കാൻ ചെയ്തു. അദ്ദേഹം ഒരു വലിയ സൈന്യവുമായി തിരുവിതാംകൂറിലേക്ക് പ്രവേശിച്ചു. രാജാവ് ഉത്തരവ് പിൻവലിച്ചു. ഉപജാപക സംഘത്തെ മുഴുവൻ തമ്പി തടവിലാക്കി. പക്ഷേ റെസിഡന്റ് മെക്കാലെ അനാവശ്യമായി രാജകാര്യങ്ങളിൽ ഇടപെടാൻ തുടങ്ങി. ഇതിനെ തുടർന്ന് വേലുത്തമ്പി ബ്രിട്ടീഷുകാരുമായി പിണങ്ങി. അങ്ങനെ 1809 പാലിയത്തച്ഛന്റെ സഹായത്തോടു കൂടി വേലുത്തമ്പി കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചു. ജനങ്ങളെ, ബ്രിട്ടീഷുകാരെ വിശ്വസിക്കരുത്. അവർ ചതിയന്മാരാണ്. അവർ ചതിയന്മാരാണ്. കമ്പനിക്കില്ല നേരുന്നറിയും കൊള്ളില്ലതെന്നുമേ വിശ്വസിക്കാൻ. വഞ്ചകരാണവർ അഞ്ചു തെങ്ങിൽ കോട്ട കെട്ടാൻ സ്ഥലമെടുത്തു. കുണ്ടറ വിളംബരം ബ്രിട്ടീഷുകാരെ പ്രകോപിതരാക്കി. കേണൽ ലീഗറിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ സൈന്യം തിരുവിതാംകൂറിലേക്ക് പ്രവേശിച്ചു. ഉദയഗിരി കോട്ടയും പത്മനാഭപുരം കോട്ടയും അവർ കൈവശപ്പെടുത്തി. സ്ഥിതിഗതികൾ വഷളാകുമെന്ന് കണ്ട രാജാവ് സന്ധിക്ക് അപേക്ഷിച്ചു. അവർ ഒരു നിബന്ധന മുന്നോട്ട് വെച്ചു. നിങ്ങൾ നിങ്ങളുടെ സൈന്യത്തിലെ ഒരു വിഭാഗത്തെ പിരിച്ചുവിടണം. വേലുത്തമ്പിയെ ഞങ്ങൾക്ക് പിടിച്ചു തരണം. എന്തു പറയുന്നു? രാജാവ് അതെല്ലാം സമ്മതിച്ചു. പിറ്റേ ദിവസം തന്നെ ഒരു രാജ്യ വിളംബരം പുറപ്പെടുവിച്ചു. മറ്റൊന്നുമല്ല, നാടിന് ഭീഷണിയായ വേലുത്തമ്പിയെ പിടിച്ചു നൽകുന്നവർക്ക് 50,000 പണമാണ് പാരിതോഷികം. നാടാകെ ബ്രിട്ടീഷ് സൈന്യം വേലുത്തമ്പിക്ക് കഴിയുന്നു. കുന്നത്തൂർ താലൂക്കിൽ മണ്ണടി ക്ഷേത്രത്തിൽ വേലുത്തമ്പി ഒളിവിൽ കഴിയുന്നു. കൂടെ ഏതാനും മനുഷ്യന്മാരും നേരം പുലർന്നു വരുന്നു. അരുണ കിരണം തൂകിയ സൂര്യ തൂടി പടർന്നു. കാറ്റിലൊഴുകുന്ന ചൂളം വിളിയാൻ ശോകം പതിയുന്നു ഭൂവിൽ. ശോകം പതിയുന്നു ഭൂവിൽ. നമുക്ക് മുന്നിൽ 3 കൃത്യങ്ങളേ ഉള്ളൂ. ഒന്ന്, ബ്രിട്ടീഷ് സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങുക. 2, ഈ മാതൃഭൂമിയിൽ പരിത്യജിച്ച് വിദേശങ്ങളിൽ അഭയം തേടുക. അതുമല്ലെങ്കിൽ സ്വയത്തെ ത്യാഗം ചെയ്യുക. അങ്ങ് കൽപ്പിച്ചാലും നാം എന്ത് വേണം? കീഴടങ്ങുന്നതും പരിത്യജിക്കുന്നതും വേണാട്ടനുജന്മാരുടെ യുദ്ധ പാരമ്പര്യത്തിന് ചേർന്നതല്ല. നീതിരഹിതമായ എന്റെ കുറ്റപ്രഖ്യാപനത്തിന് വഴങ്ങിക്കൊടുക്കാൻ തലക്കുളത്ത് കേശവൻ നമ്പൂതിരിയുടെ ഈ അനന്തരവൻ തയ്യാറല്ല. ഇതാണ് എന്റെ ഉടമ. ഈ ഉടമ സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി, ഈ രാജ്യത്തിനും രാജ്യവാസികൾക്കും വേണ്ടി മാത്രമേ നിർമ്മണിച്ചിട്ടുള്ളൂ. വരാനിരിക്കുന്ന മാനഹാനിയിൽ നിന്ന് ഈ ജ്യേഷ്ഠനെ മോചിപ്പിക്കുകയല്ല. എന്റെ ശീലസ് വെട്ടി മാറ്റൂ. ഇല്ല, എനിക്കെതിരാവില്ല. എന്റെ കാണപ്പെട്ട ദൈവമാണ്. ബ്രിട്ടീഷ് സൈന്യം നമ്മെ ജീവനോട് കൂടി പിടികൂടുന്നത് എനിക്ക് കാണുന്നു. അത് ഈ നാടിനും വേണ്ടമാർക്കും അപമാനമാണ്. ഇല്ല, എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അതിനാവില്ല. ബ്രിട്ടീഷ് സൈന്യം അടുത്തു വരുന്നു. ആ ധീര നായകന്റെ മനസ്സ് ഒരു നിമിഷത്തേക്ക് പെടുന്നു. അദ്ദേഹം തന്നെ ഉടവാളുകളിൽ നിന്ന് ഊരി ആ ഉടവാൾ അദ്ദേഹം തന്റെ ശരീരത്തിൽ കുത്തിക്കയറ്റി ചുടുചോര ചീന്തിത്തെറിച്ചു. വേലുത്തമ്പി കുഴഞ്ഞു വീഴുന്നു.
പത്മനാഭൻ തമ്പി അനുജന്മാരെ സ്തംഭിച്ചു നിൽക്കുന്നു. ഇല്ല, മരണം സംഭവിച്ചിട്ടില്ല. ആ ധീര സേനാനി രക്തത്തിൽ കുളിച്ച് പിടയുകയാണ്. പത്മനാഭ, നമ്മുടെ ശിരസ് വെട്ടി വധിക്കൂ. പത്മനാഭൻ തമ്പി തന്നെ ഉടവാളൂരി ജ്യേഷ്ഠന്റെ കഴുത്തിൽ ആഞ്ഞു വെട്ടി. ആ ശരീരത്തിലെ ജീവന്റെ തുടിപ്പുകൾ എന്നേക്കുമായി നിലച്ചു. ബ്രിട്ടീഷ് സൈന്യം കഥക് ചവിട്ടിപ്പൊളിച്ചകത്ത് കിടന്നു. തല വെട്ടി മാറ്റിയ വേലു തമ്പിയുടെ ജനം എല്ലാവരും ഞെട്ടിപ്പോയി. ആ ധീര സേനാനി രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുകയാണ്. കണ്ടനാളത്തിൽ നിന്നൊഴുകും രക്തത്താൽ കുളിച്ച് മൃതനായി കിടക്കുന്നിതേ ആ ധീര സേനാനി, മൃതനായി കിടക്കുന്നിതേ. വേലു തമ്പിയെ ജീവനോട് കൂടി പിടികൂടാൻ കഴിയാത്തതിൽ ബ്രിട്ടീഷ് സൈന്യം നിരാശരായി. ആ നീചന്മാർ അദ്ദേഹത്തിന്റെ ശരീരം നാടുനീളെ പ്രദർശിപ്പിച്ച് അനാദരവ് കാണിച്ചു. കണ്ണൻ മൂലം കുന്നിൽ കൊണ്ടുപോയി കഴിവിലേക്ക്. പക്ഷേ ധീരന്മാർക്ക് മരണമില്ലല്ലോ. ഒരു സാധാരണക്കാരന്റെ സുഖഭോഗങ്ങൾ മാത്രം അനുഭവിച്ച് ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ ജനകീയ പ്രക്ഷോഭങ്ങളിലൂടെ അധികാര സ്ഥാനത്തേക്ക് എത്തിച്ച വേലുത്തമ്പി ഇന്നത്തെ സംശുദ്ധ ഭരണാധികാരികൾക്ക് ഒരു ഉത്തമ മാതൃകയാണ്. അദ്ദേഹത്തിന്റെ അവദാനങ്ങൾ കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ എന്നും എങ്ങും വലയായിരിക്കും. ശക്തമായിരുന്നു തമ്പി, വഞ്ചിനാടിന് അഭിമാനമായിരുന്നു. വേലകൾക്കു തോഴനായി ധർമ്മനിഷ്ഠനായി മാനവ സേവനം ചെയ്തു തമ്പി.